ശ്രീ അജിത് വണ്ണിയൂർ, അദ്ദേഹം നമ്മുടെ ബംഗാൾ ഗവർണറുടെ പ്രസ് സെക്രട്ടറി ആയിരുന്നു. പ്രസ് സെക്രട്ടറി ആയിരുന്നപ്പോൾ തന്നെ അദ്ദേഹം ലോക്ഭവനിൽ ഒതുങ്ങിക്കൂടിയിരുന്നില്ല. ബംഗാളിലെ 18ഓളം ജില്ലകളിൽ സന്ദർശനം നടത്തി അവിടുത്തെ ജീവിതത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ ചലനങ്ങളുടെയൊക്കെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് മാത്രമല്ല, അവിടുത്തെ മാധ്യമങ്ങൾ, അത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ പത്രം തന്നെ വന്നത് ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്നത് ബംഗാളിൽ നിന്നാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്സ്മാൻ, ടെലിഗ്രാഫ് തുടങ്ങിയ പ്രഖ്യാത മാധ്യമങ്ങളുടെയൊക്കെ പാരമ്പര്യമുള്ള, പ്രതാപമുള്ള ബംഗാളിലെ മാധ്യമങ്ങളുമായിട്ട് ഒക്കെ പ്രസ് സെക്രട്ടറി എന്നുള്ളതിൽ വലിയ ഗാഢബന്ധം പുലർത്തുന്ന, അപ്പം നമ്മളിപ്പോൾ സുവേന്ദു അധികാരി അധികാരത്തിൽ എത്തി, അധികാരം വന്നു. പക്ഷേ ബംഗാൾ മാറുമോ എന്നുള്ളൊരു വലിയ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അധികാരം കിട്ടിയ അതിൻ്റെ പെനൾട്ടിമേറ്റ് ഡേയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പേഴ്സണൽ അസിസ്റ്റൻ്റായിരുന്ന ചന്ദ്രനാഥ് രത്താണോ രാത്താണ് രാത്താണ്. രാത്ത് എന്ന് പറയുന്ന, നമ്മൾ ഈ പത്തേർ പാഞ്ചാലി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷ് കണ്ടിട്ട് പലപ്പോഴും അത് തെറ്റായിട്ട് ഉച്ചരിക്കും. പത്തേർ പഞ്ചലി എന്ന് പറയുന്നത് പോലെ ഇത് ചന്ദ്രനാഥ് രത്തല്ല, രാത്താണ്. രാത്ത് എന്ന് പറഞ്ഞാൽ രാത്രി എന്നുള്ള അർത്ഥമുണ്ട് അല്ലേ. രാത്രിയുടെ മറവിൽ, രാത്രി 10:10 ഇദ്ദേഹത്തിന് നേരെ, അദ്ദേഹത്തിൻ്റെ എസ് യു വി വെഹിക്കിളിന് നേരെ നിറയൊഴിച്ചുകൊണ്ട് മുഖം മൂടി ധരിച്ച ഭീരുക്കളായ കൊലയാളികൾ കൊല്ലുക തന്നെയൊന്നും ആ ലക്ഷ്യത്തോടു കൂടി തന്നെ വെടിവെച്ചു. ആ ലക്ഷ്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. എങ്ങനെ സുവേന്ദു അധികാരി ബംഗാൾ പിടിച്ചടക്കാം എന്ന ലക്ഷ്യം നേടിയോ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വളരെ സുന്ദരനായ ഒരു യുവാവ്, അദ്ദേഹത്തിനെ ഈ കശ്മലന്മാർ, ഈ ഘാതകന്മാർ, ഇരുട്ടിൻ്റെ മറവിൽ ഈ ഇരുട്ടിൻ്റെ രൂപങ്ങൾ വന്നിട്ട് കൊന്നിട്ട് ഇപ്പോൾ അവരെ പിടിച്ചിട്ടുണ്ട്. സസ്പെക്ട്സ് ആയിട്ട് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത്, തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്, സബ്ജക്റ്റ് ടു കറക്ഷൻ. വിശാൽ ശ്രീവാസ്തവ ബീഹാറിൽ നിന്നുള്ള ആളാണ്. അതുപോലെ 2 പേരും യു പിയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഒന്ന് മയങ്ക് മിശ്ര, ഉച്ചാരണത്തിൽ തെറ്റുണ്ടെങ്കിൽ പറയണം. അതുപോലെ തന്നെ വിക്കി മൗര്യ, ഈ 2 പേര് യു പിക്കാർ. ഇപ്പോൾ അന്വേഷണം നീണ്ടിട്ട് ഇപ്പോൾ ഒറീസയിലേക്കും കൂടെ പോയിട്ടുണ്ട്. ഒരു 7 അംഗ SIT സംഘമാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. അഭിഷേക് ബാനർജി, അതായത് മമതാ ബാനർജിയുടെ അനന്തരവനാണ് ഇത് ആസൂത്രണം ചെയ്തത്. അതായത് TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിൻ്റെ ആസൂത്രകൻ പിണറായി വിജയനാണ് എന്ന് പറയുന്ന പോലെ നമുക്കതിൻ്റെ തെളിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല. എങ്കിലും വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൽ 8 പേര് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവരെല്ലാം കോൺട്രാക്റ്റ് കില്ലേഴ്സ് എന്നാണ് പോലീസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ സംഘങ്ങൾ. TP കേസ് പോലെ തന്നെയുള്ളൊരു കേസാണ് അത്. ബംഗാളിൽ TP കേസിനേക്കാൾ സെൻസിറ്റീവാണ്. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ഇനി അങ്ങോട്ടുള്ള പോക്ക്, ആരായിരിക്കും ഈ കൊലപാതകത്തിന് പിന്നിൽ? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമസേനൻ തന്നെ. നമുക്ക് മമതാ ബാനർജിയുടെ കൈകളിലേക്ക് വരെ എത്തുന്നൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാമോ? എങ്ങനെയാണ്? ഇത്തരം കൊലപാതകങ്ങളുടെ ഒരു വലിയ പാരമ്പര്യമുള്ള സംസ്ഥാനമാണ് ബംഗാൾ. അത് CPM ഭരണകാലം മുതൽ ഇങ്ങോട്ട് 1977 ശേഷം നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും അത് ഈ വാടക കൊലയാളികളല്ല, പലപ്പോഴും അത് പാർട്ടിക്കാർ തന്നെ, അവരുടെ ആളുകൾ തന്നെ സംഘടിച്ച് ക്രിമിനൽ സംഘങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് വേണ്ടി തന്നെ ഈ അവിടെ 2 വിഭാഗത്തിലും പെട്ട തൃണമൂലിലും ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും അതിനുവേണ്ടി തന്നെ ഒരു പ്രത്യേക സേനയുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഇത്തവണ അത്ര പ്രായോഗികമാകില്ല എന്ന് കണ്ടിട്ടാവണം ഇത്തവണ വാടക കൊലയാളികളെ അവർ എടുത്തിരിക്കുന്നത്. ഇതിന് പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ട്. ഇപ്പം ഇത് എനിക്കൊരു സംശയം ഞാൻ ചോദിക്കുകയാണ്. ബംഗാളിൽ നിന്ന് ഒറ്റയാൾ പോലും ഇതിനകത്തില്ല. അതെ. അപ്പോൾ ബംഗാളിൽ നിന്ന് ഉള്ള ആളിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ചരട് നീണ്ടിട്ട് തൃണമൂലി നേതൃത്വത്തിലേക്ക് പോകും എന്നുള്ളതുകൊണ്ട് മനഃപൂർവ്വം പുറത്തുനിന്നുള്ളവരെ വെച്ച് നടത്തിയ ഒരു കൊലപാതകം ആസൂത്രണം. ഇത് സുവേന്ദുവിനെ തന്നെ ലക്ഷ്യമാക്കിയാണോ ചെയ്തതെന്ന് പോലും സംശയമുണ്ട്. കാരണം MLA ബോർഡ് വെച്ച, ഓൺ ഡ്യൂട്ടി ബോർഡ് വെച്ച വാഹനത്തിലാണ് ഈ PA സഞ്ചരിച്ചിരുന്നത്. അങ്ങനൊരു വാർത്തയുണ്ട്. അങ്ങനൊരു ആശങ്ക BJP കേന്ദ്രങ്ങൾ MLA ബോർഡ് വെച്ചിട്ടുള്ള വണ്ടിയിലാണ് MLA സ്റ്റിക്കർ വെച്ചിട്ടുള്ള
വണ്ടിയിലാണ് ഈ അദ്ദേഹം സഞ്ചരിച്ചതും ആക്രമണം നടന്നത്. അപ്പോൾ സുവേന്ദു തന്നെ ആയിരുന്നോ ലക്ഷ്യം എന്ന് പോലും സംശയിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ TMCയെ സംശയിക്കാതിരിക്കാൻ വേണ്ടി തന്നെ അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാടകയ്ക്കെടുത്ത് കൊണ്ടുവന്ന കൊലയാളി സംഘമാണ് ഇത് ചെയ്തത് എന്നുള്ളത് ഇപ്പം ഏതാണ്ട് തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഇത് ശരിക്കും ഇത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് പലപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പിന് മുമ്പ്, തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിന് ശേഷം പോസ്റ്റ് വയലൻസ് എന്ന് പറയുന്ന ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ വളരെ പരിചിതമാണ് എല്ലാവർക്കും. പക്ഷെ നേരത്തെ തന്നെ BJP ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചിരുന്നു, മെയ് 4 ബംഗാളിലെ ഗുണ്ടാഭരണം അവസാനിപ്പിക്കും. തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരും എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു, ഗുണ്ടകളെല്ലാം, ഈ വാടക ഗുണ്ടകളുമെല്ലാം മെയ് 4 മുമ്പ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരായിക്കൊള്ളണം. അതിനുശേഷം ഒരാളെയും ഇവിടെ വച്ച് പൊറുപ്പിക്കില്ല പുതുതായിട്ട് വരുന്ന BJP ഗവൺമെൻറ് എന്ന് അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. വലിയ വൈറലായിട്ടുള്ളൊരു പ്രഖ്യാപനമായിരുന്നു. അതിനുള്ള നടപടികളും എടുത്തിരുന്നു. ഈ ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഈ 3 പേരും BJPയോട് വളരെ കർശനമായി പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും TMC ചെയ്ത ക്രൂരകൃത്യങ്ങൾ നമ്മളിവിടെ ആവർത്തിക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള പോസ്റ്റ് ഇലക്ഷൻ വയലൻസും പോസ്റ്റ് പോൾ വയലൻസും ഇവിടെ അനുവദിക്കില്ല. ഒരു കാരണവശാലും BJP അതിനകത്ത് ഇൻവോൾവ് ആകരുത്. ആയാൽ അങ്ങനെയുള്ളവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായി. അത് തടയാനുള്ള നടപടികളും അവരെടുക്കുകയുണ്ടായി. അപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ ഈ TMCയുടെ ദേശീയ വക്താവായിരുന്ന ഒരു പ്രമുഖ നേതാവ് ചാനലുകളിൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വീട് ഈ ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം, ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു സംഘം ഗുണ്ടകൾ കടന്നു കയറി അദ്ദേഹത്തിൻ്റെ 75 വയസ്സുള്ള അച്ഛനെ മർദ്ദിച്ചു, ഭാര്യയെ കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി, ഇയാൾക്കെതിരെ, ഈ ദേശീയ വക്താവിനെതിരെ വധഭീഷണി മുഴക്കി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ TMCയുടെ പ്രധാനപ്പെട്ട ലീഡർമാരെല്ലാവരെയും വിളിച്ചു, നേതാക്കന്മാരെയൊക്കെ വിളിച്ചു, അവരാരും ഫോൺ എടുത്തില്ല, മെസ്സേജ് അയച്ചു, ആരും റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ ഞാൻ അവിടുന്ന് തന്നെ ജയിച്ച BJPയുടെ MLA വിളിച്ചു. അപ്പോൾ തന്നെ രണ്ടാമത്തെ റിങ്ങിൽ ഫോൺ എടുത്തു, ഞാൻ കാര്യം പറഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം ഇടപെട്ട് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തന്നു, എൻ്റെ വീടിനും എനിക്കും പോലീസ് പ്രൊട്ടക്ഷൻ തന്നു. ഞാൻ പിന്നെ BJPയുടെ പല നേതാക്കളെയും വിളിച്ചിരുന്നു, എല്ലാവരും ഫോൺ എടുത്തു, എല്ലാവരും അതിനുവേണ്ട നടപടിയെടുത്തു, പ്രൊട്ടക്ഷൻ നൽകി എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ശ്രദ്ധേയമായൊരു കാര്യം, എനിക്കറിയാവുന്ന പല TMC പ്രവർത്തകരും അപ്പോൾ BJPയുടെ വേഷമിട്ട് BJPയുടെ കൊടിയും പിടിച്ചാണ് ഈ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, BJPയുടെ കെയർ ഓഫിൽ എന്ന് അദ്ദേഹം ഇന്നലെ ദേശീയ മാധ്യമങ്ങളിൽ വളരെ വൈറലായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അത് ശരി, BJPയുടെ കൊടിയും BJPയുടെ ദേശീയ വക്താവ് BJPക്കാരെ ആക്രമിക്കുക അല്ലേ? അല്ല, TMCയുടെ ആളുകളെ ആക്രമിക്കുന്ന, ഇത് TMCയുടെ ദേശീയ വക്താവാണ് ഇന്നലെ ഈ പറഞ്ഞ. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം അതിനെ അപലപിച്ചുകൊണ്ട് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും നാടകം കളിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിടെ ഇപ്പോൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അത് കർശനമായി നിയന്ത്രിക്കാൻ നടപടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് പിന്നെ സുവേന്ദു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് തന്നെ വളരെ എത്രയും വേഗത്തിൽ ഇത് ആസൂത്രിതമായി നടത്തിയിട്ട് പോലും കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ, TMC പ്രവർത്തകർ BJPയുടെ കൊടിയും പിടിച്ച് TMCക്കാരെ തന്നെ ആക്രമിച്ചിട്ട് അവിടെ ഒരു ലോലെസ് സ്റ്റേറ്റ് ആണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അതിനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് നടക്കുന്നത് ഈ പിന്നെ BJPയുടെ വിജയത്തിന് കാരണക്കാരായ ആളുകളെ തേടിപ്പിടിച്ച് TMCയുടെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾ. 3 പേര് കൊല്ലപ്പെട്ടു, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. പക്ഷെ തെരഞ്ഞെടുപ്പ്
തീയതി വരെ ഒരൊറ്റ കൊലപാതകം പോലും ബംഗാളിൽ നടന്നിട്ടില്ല. അത് ബംഗാളിൻ്റെ സമീപകാല ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മിനിമം ഒരു 15 പേര് 60 പേര് വരെ കൊല ചെയ്യപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റ് ജീവച്ഛവമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത്തവണ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതുകൊണ്ട്, അതായത് കേന്ദ്രസേനയുടെ വിന്യാസം 2700 ബറ്റാലിയൻ CRPF-ഉം BSF-ഉം അടക്കമുള്ള കേന്ദ്രസേനയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ ഇടപെടൽ കൊണ്ട്, ശക്തമായ ഇടപെടൽ കൊണ്ട്, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ശക്തമായ സൂപ്പർവിഷൻ നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് അത് നടന്നില്ല. മാത്രമല്ല, അതിൻ്റെ ഇലക്ഷൻ നിരീക്ഷകരായിട്ട് IPS ഓഫീസർമാരെ, UP അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് IPS ഓഫീസർമാരെ പോലും നിയോഗിച്ചിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ വളരെ കർശനമായ നിയന്ത്രണത്തിലാണ് ഈ ഇലക്ഷൻ വരെ അക്രമങ്ങൾ ഇല്ലാതെ, കൊലപാതകങ്ങളില്ലാതെ കടന്നുപോയത്. അതിനുശേഷം കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നിയന്ത്രിക്കാനുള്ള നടപടിയെല്ലാം അവർ വളരെ ശക്തമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ സുവേന്ദു സർക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. കാരണം മറ്റെന്ത് തരത്തിലുള്ള പുരോഗതി ഉണ്ടാകണമെങ്കിലും ക്രമസമാധാന നില വീണ്ടെടുക്കണം. അവിടെ എല്ലാം, വ്യവസായമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ആരോഗ്യമാകട്ടെ, ഏതു മേഖലയുടെയും വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് ഈ അക്രമാസക്തമായ രാഷ്ട്രീയമാണ്. അത് പിടിച്ചുകെട്ടി ക്രമസമാധാന നില സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക, ഭയരഹിതരായിട്ട് ആളുകൾക്ക് ജീവിക്കാനും വോട്ട് ചെയ്യാനും ജോലി ചെയ്യാനുമുള്ള അവസരം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ സുവേന്ദുവും വ്യക്തമാക്കിയിട്ടുണ്ട്. സുവേന്ദു പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിക്കുക. ഹി വാസ് കിൽഡ് ബിക്കോസ് ഐ വൺ. ഇതാണ് സുവേന്ദു ആദ്യം പ്രതികരിച്ചത്. ഞാൻ ജയിച്ചത് കൊണ്ടാണ് അയാളെ കൊന്നത്. എന്നെ കൊല്ലാൻ വേണ്ടിയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതുവരെ, പക്ഷേ അതിനുവേണ്ടിയാണ് അവനെ കൊന്നത്. അപ്പോൾ ഒരു ഇരയാക്കപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ PA. അദ്ദേഹത്തിനുണ്ടാവുന്ന വൈരാഗ്യം. അപ്പോൾ ഈ വൈരാഗ്യം TMCയിൽ നിലനിൽക്കെ BJP ഗവൺമെൻറ്റിനെ അതത്ര എളുപ്പമായ കാര്യമാണോ? ലോ ആൻഡ് ഓർഡർ അവിടെ ബംഗാളെന്ന് പറഞ്ഞാൽ CPM ഇരുന്നപ്പോഴും കോൺഗ്രസ് ഇരുന്നപ്പോഴും തൃണമൂൽ ഇരുന്നപ്പോഴും ഈ ഗുണ്ടായുസം എന്ന് പറയുന്നത് ഒരു പക്ഷേ ബീഹാറിനേക്കാളും UP-യേക്കാളും കൂടുതലായിട്ടുണ്ടായിരുന്ന സംസ്ഥാനമാണ്. പക്ഷെ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അതിന് പൂർണ്ണമായും കേന്ദ്ര സേനയുടെ സഹായം കേന്ദ്ര ആഭ്യന്തരമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അമിത്ഷാ പറഞ്ഞിരുന്നു, ഇലക്ഷൻ കഴിഞ്ഞാലും കുറഞ്ഞത് 60 ദിവസം കേന്ദ്ര സേനകൾ ഇവിടെ ഉണ്ടാകും. ഇപ്പോൾ പറയുന്നത് ഇവിടെ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുന്നതുവരെ, പൂർണ്ണമായും നിയന്ത്രണത്തിലാകുന്നതുവരെ, സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാകുന്നതുവരെ ആവശ്യമെങ്കിൽ കേന്ദ്ര സേനയുടെ സാന്നിധ്യം സഹായം ബംഗാളിലുണ്ടാകും എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനി ഒരു സംയുക്തമായിട്ടുള്ളൊരു ഓപ്പറേഷൻ ആയിരിക്കും കേന്ദ്രസേനയും സംസ്ഥാനത്തെ ആളുകളും. ഇപ്പോൾ സംസ്ഥാനത്തെ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. DGP മുതൽ താഴെ അറ്റം വരെയുള്ള പോലീസുകാരുടെ മുഴുവൻ പട്ടിക എടുത്തിട്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, നേരത്തെ ഈ ഗുണ്ടായിസം ഇവർക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ഗുണ്ടായിസം നടത്തിക്കൊണ്ടിരുന്നവരെല്ലാവരെയും തെരഞ്ഞു പിടിച്ച് അവരെ ഇരുത്തേണ്ട സ്ഥാനങ്ങളിൽ ഇരുത്തുകയും പിന്നെ കഴിവുള്ള ആളുകളെ കണ്ടെത്തി കൊണ്ടുവരികയൊക്കെ ചെയ്യുക. ചീഫ് സെക്രട്ടറി, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത വന്നിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയെ തന്നെ മാറ്റി എന്നാണ്. പുതിയ ചീഫ് സെക്രട്ടറി ഇന്ന് ചാർജ് എടുക്കുകയാണ്. നേരത്തെ ഇലക്ഷൻ ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് നിരീക്ഷകനായി വെച്ചിരുന്ന ആളിനെയാണ് ഇപ്പം ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹം ബംഗാളിൽ തന്നെ സർവീസിലുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹത്തിനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ BJPക്ക് വേണ്ടി പിന്നെ പ്രവർത്തിച്ച ആളാണ് ഇദ്ദേഹം എന്നൊരു ആരോപണമൊക്കെ TMC ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സീനിയോറിറ്റി, മുമ്പ് ഒരിക്കലും അവർ സീനിയോറിറ്റി നോക്കിയിട്ടല്ല ചീഫ് സെക്രട്ടറിമാരെ വെച്ചിരുന്നത്. പാർട്ടിക്ക് പിന്നെ സേവ ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ്, അതിന് സുവേന്ദു നൽകിയിരിക്കുന്ന മറുപടി, ആദ്യമായിട്ടാണ് അടുത്ത കാലത്ത് ഒരു സീനിയോറിറ്റി അനുസരിച്ച്
ഒരു IAS ഉദ്യോഗസ്ഥനെ ചീഫ് സെക്രട്ടറി ആക്കുന്നത്. ഓർഡർ വന്നു അല്ലേ, നീയും കൂടെ വന്നാൽ വന്ന് അപ്പം ആ ഉദ്യോഗസ്ഥ തലത്തിൽ ഉള്ള ഒരു അഴിച്ചുപണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് മാത്രമല്ല, ഈ അടുത്ത ദിവസം ഒരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഈ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാർ ആഹ്ലാദ പ്രകടനം നടത്തുകയും മധുര വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നു ഈ സർക്കാർ മാറി വന്നപ്പോൾ. അപ്പോൾ അത്രമാത്രം അവരും അത് ഈ സഹിച്ചിരുന്നു എന്ന്. ഇപ്പം CPM-ന്റെ ഓഫീസുകളൊക്കെ പെയിന്റ് ചെയ്യാൻ തുടങ്ങി. അത് രണ്ടാമത്തെ ജനാധിപത്യ രണ്ടാമത്തെ നമുക്കത് വേറെ ചർച്ച ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ നമ്മുടെ സമയം ഏതാണ്ട് പൂർത്തിയായതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ഈ പെയിന്റ് അടിയുടെ കഥകളിലേക്ക് നമുക്ക് CPM-ന് പുതിയ നിറം അവിടെ വരുന്നതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. എന്തായാലും ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വ്യാപകമായ റെയ്ഡുകൾ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ഉടനീളം വ്യാപകമായ റെയ്ഡുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അത് കാരണം കുറ്റവാളികളെ കണ്ടെത്തുക, അവരുടെ ബന്ധങ്ങൾ കണ്ടെത്തുക, അവരെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക, സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾ മുഴുവൻ ഇപ്പോൾ റഡാറിലായി കഴിഞ്ഞു. ഓക്കെ.